അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. എങ്ങനെയാണ് പ്രശ്നത്തിൽ നിന്ന് വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും, അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് കം ബാക്ക് എങ്ങനെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ 5 ടിപ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ആളുകളൊന്നുമില്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, ബിസിനസ് പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളില്ലാത്തവർ ആരുമില്ല. പ്രശ്നങ്ങളുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ? നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമ്മൾ പ്രശ്നങ്ങളുണ്ട് എന്നത്. പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടു പോകാതെ ആ പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചു വരണം. അതിനുള്ള 5 ടിപ്സുകൾ. ഒന്ന്, ദ റീസൺ വൈ. എന്താണ് തിരിച്ചു വരാനുള്ള കാരണം, അതാദ്യം എഴുതുക. ഒരു കടലാസിൽ എടുത്തിട്ട് എഴുതണം. എന്താണ് എൻ്റെ പ്രശ്നം, എന്തിനാണ് ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് എന്നെഴുതുക. അത് കുടുംബത്തെ രക്ഷിക്കാൻ, എൻ്റെ സ്വപ്നങ്ങളൊക്കെ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ. വൈ ടു കം ബാക്ക്, എന്തിന് ഞാൻ തിരിച്ചു വരുന്നു? മക്കളെ നോക്കാൻ, ഭാര്യനെ നോക്കാൻ, വീട് സംരക്ഷിക്കാൻ. ഇങ്ങനെ നമുക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ഒരു കടലാസിൽ എഴുതുക. എന്തിനാണ് ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നത് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. അതൊരു കടലാസിൽ എഴുതണമെന്നല്ല, അത് വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിൻ്റെയൊക്കെ കമൻറ്റുകളിലൂടെ നിങ്ങളെ വിവരങ്ങളൊക്കെ അറിയിക്കും വേണം കേട്ടോ. രണ്ടാമത്തത്, അണ്ടർസ്റ്റാൻഡ് യുവർ ലൈഫ് ഷോർട്ട്. എൻ്റെ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുക. ഞാൻ മനസ്സിലാക്കുക, ലൈഫ് ഈസ് മോർട്ടൽ. ഈ ദുനിയാവിലെ ജീവിതം കുറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നീറി ജീവിച്ചാൽ പറ്റില്ല. അണ്ടർസ്റ്റാൻഡ് യുവർ ലൈഫ് ഷോർട്ട്. കുറച്ച് കാലത്തുള്ള ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് തിരിച്ചു വരണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക. നോ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. ഇതിനൊന്നും ഇനി സമയമില്ല. കാരണം കുറച്ച് കാലേ ജീവിതമുള്ളൂ. ചിലപ്പോൾ നാളെ പോകാം, അല്ലെങ്കിൽ മറ്റന്നാളാവാം, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടാകാം. നമ്മൾ പോകും, തിരിച്ചു പോകും. ഉറപ്പായിട്ട് ഇവിടെ നിൽക്കില്ല. അപ്പോൾ കുറഞ്ഞ കാലമുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവുക. രണ്ടാമത്തെ പോയിൻ്റ് അതാണ്, അണ്ടർസ്റ്റാൻഡ് യുവർ ലൈഫ് ഷോർട്ട്. കുറഞ്ഞ കാലേ ഉള്ളൂ എന്ന് തിരിക്കുക. പരാജയപ്പെട്ട പലരും തിരിച്ചു വന്നിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്കിലെത്തിയവരടക്കം തിരിച്ചു വന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒന്നും ശാശ്വതമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. മൂന്നാമത്തെ പോയിൻ്റ്, മെൻ്റൽ ഡേറ്റിങ് മാറ്റണം. അതായത് ഇപ്പോൾ ഉദാഹരണം, പ്രശ്നങ്ങൾ വരുമ്പോൾ പല ആളുകളും വെറുതെ അടഞ്ഞ് കിടക്കുക, കൃത്യമായിട്ട് എണിക്കാതിരിക്കുക, അടഞ്ഞങ്ങനെ കിടന്നുറങ്ങുക. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോവുക, വേണ്ടാത്ത സൈറ്റുകളിലൊക്കെ കയറി സമയം കളയുക. ഇങ്ങനെ ദേഷ്യം വരിക. അല്ലെങ്കിൽ ചില ആളുകൾ മദ്യം ഉപയോഗിക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മദ്യത്തിൽ കള്ള് കുടിച്ച് ജീവിക്കും. ഇങ്ങനെയൊക്കെ പലവരും പല നിലക്കാണ്. ആദ്യം നമ്മൾ ആ മെൻ്റൽ ഡേറ്റ് മാറ്റണം. അത് നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. നല്ല ഫീഡിങ് കൊണ്ടുവരാൻ കഴിയണം. നല്ല സ്റ്റാർട്ട്, അതായത് ഇനി മുതൽ നല്ലൊരു ലെവലിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ എഴുന്നേൽക്കുക. അതുപോലെ തന്നെ നമ്മളെ മാനസികമായി വിഷമിപ്പിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾക്ക് പവർഫുൾ തരുന്ന നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിലോ നല്ല പുസ്തകങ്ങൾ വായിക്കുക. നല്ല മനസ്സിന് സന്തോഷം സൃഷ്ടിക്കണ നല്ല വീഡിയോസ്, പ്രസംഗത്തിൻ്റെയോ മറ്റൊക്കെ ആയുള്ള നല്ല വീഡിയോസുകൾ കാണുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തത്, മടിച്ച് കിടക്കുക. അങ്ങനെ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്ന ആളുകളെ കുറിച്ചിടത്തോളം അവരങ്ങനെ അടഞ്ഞു കിടക്കും. അതിന് മാറ്റണം. മടി പിടിക്കാതെ തന്നെ ഇരിക്കണം. മടികളൊക്കെ എടുത്ത് മാറ്റുക. നേരത്തെ എഴുന്നേൽക്കുക. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒന്ന് ഉഷാറായിട്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആവുക. അങ്ങനൊരവസ്ഥ സൃഷ്ടിക്കുക.
അഞ്ചാമത്തെ പോയിൻ്റ്, പാസ്റ്റുകളൊക്കെ പൂർണ്ണമായിട്ടും മറക്കുക. ഈ പാസ്റ്റ് ഇനി എനിക്ക് തിരിച്ചു വരില്ല, അത് കഴിഞ്ഞു പോയതാണ്. ഇനി എനിക്ക് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ഞാൻ ഇനി ഓവർകം ചെയ്തു പോകണം, ഇതൊന്നും തിരിച്ചു വരാതെ ഇനി എനിക്ക് ഫ്യൂച്ചറിൽ ഇതെങ്ങനെ കൊണ്ടുപോകാൻ കഴിയണം എന്നതിനെക്കുറിച്ച് ഗ്രാഹ്യമായി ചിന്തിക്കുക. അതിന് എന്തൊക്കെയാണ് എൻ്റെ ഭാഗത്ത് പറ്റിയ പാൾട്ടുകൾ എന്താണ്, ആ പാൾട്ടുകളൊക്കെ തിരുത്താനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അതിന് പറ്റിയ നല്ല അഡ്വർടൈസ്മെൻറ്റുകൾ ഉണ്ടാക്കുക, നല്ല ആളുകളുമായിട്ട് ഇടപെട്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അങ്ങനെ നമ്മൾ ഇനി തിരിച്ചു വരരുത്. അതുപോലെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ആദ്യം എത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും കഴിച്ചിടാൻ പറ്റും. പൂർണ്ണമായിട്ടും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. പ്രശ്നമുണ്ടെന്ന് കരുതിയിട്ട് അതിങ്ങനെ അടഞ്ഞ് മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് പ്രശ്നങ്ങളുണ്ടാക്കി രോഗം വരുത്തി തീർത്ത് സാമ്പത്തികമായി കുടുങ്ങിയവർ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ തോട്ട്സ്. എല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് നേരത്തെ തന്നെ എഴുന്നേൽക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിലും മറ്റൊക്കെ പോയി നമ്മളിങ്ങനെ വീഡിയോസും മറ്റും കണ്ട് വേണ്ടാത്ത സൈറ്റുകളൊക്കെ പോയി അതുപോലെ മദ്യപിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനൊക്കെ ഒന്ന് മാറി നമ്മുടെ മെൻ്റൽ ഡേറ്റ് ശരിക്കും മാറ്റിയെടുത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.